വേനൽ കനക്കുന്നു. പെരിയാർ തീരം കടുത്ത കുടിവെള്ള ക്ഷാമത്തിലമരുന്നു. പെരിയാറ്റിലെ കയത്തിൽ നിന്നും വെള്ളമെത്തിച്ചാണ് പെരിയാർ തീരത്തുള്ളവർ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നത്. പെരിയാറും വറ്റി വരളുകയാണ്. ഇനിയുള്ള മാസങ്ങൾ പെരിയാർ തീരദേശവാസികൾക്ക് വറുതിയുടെ മാസങ്ങളായി മാറും. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇക്കൊല്ലം നേരത്തെ തന്നെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം തന്നെ വറ്റി വരണ്ടു. ഇതോടെ കുടിവെള്ളത്തിന് വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പിലെത്തുന്ന വെള്ളം മാത്രമായി. പൊതു ടാപ്പിലെത്തുന്ന വെള്ളം ഓരോ കുടുംബത്തിനും 2-3 കലം വെള്ളം മാത്രമാണ് ലഭിക്കുന്നത്. വീട്ടാവശ്യത്തിന് വെള്ളത്തിന് പിന്നെ പെരിയാറിനെയാണ് ആശ്രയിക്കുന്നത്. പെരിയാറ്റിലെ ചില കുഴികളിൽ ചെറിയ രീതിയിൽ അരുവി പോലെ ഒഴുകിയെത്തുന്ന വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ മോട്ടോർ വെച്ച് ടാങ്കിൽ വെള്ളമടിച്ചാണ് ക്ഷാമം പരിഹരിക്കുന്നത്. ഇത് പരിമിത കാലം മാത്രമാകും ലഭിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും കുഴികളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. ഇതുകൂടി ഇല്ലാതായാൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കേണ്ട അവസ്ഥയിലാകും പെരിയാർ തീരദേശവാസികൾ. കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടാനായിട്ടില്ല. ഇപ്പൊ ഈ കടവിൽ കിടക്കുന്ന ഈ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ വല്ല ഓസിട്ടോ അല്ല വല്ല മോട്ടർ വെക്കാനായിട്ട് മോട്ടർ മേടിക്കണം. എന്നാലും വല്ല ഓസിട്ട് കടവിൽ വെള്ളം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പം കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറ്റിൽ നിന്ന് എടുക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കൊണ്ടാണ് ഞങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വെള്ളത്തിനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുലർച്ചെ ഉണ്ടാകുന്ന കൊടും ശൈത്യവും പിന്നീട് ഉണ്ടാകുന്ന കഠിന ചൂടും പെരിയാറ്റിലെ വെള്ളം വളരെ വേഗത്തിൽ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിയാർ തീരദേശത്ത് താമസിക്കുന്നവർ പോലും വറുതിയിലായപ്പോൾ ഉയർന്ന പ്രദേശത്ത് താമസിക്കുന്നവർ നേരത്തെ തന്നെ വറുതിയിലായിരുന്നു. വേനൽ മഴ പെയ്താൽ മാത്രമാകും അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുക. പെരിയാർ വറ്റി വരളുന്നതിനാൽ പെരിയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനവും താളം തെറ്റും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.